ഹായ് ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇതാ തൊടുപുഴയിൽ വന്നിരിക്കുകയാണ്. മാമൻ്റെ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നാ പറയാം ഞങ്ങൾ ഇവിടെ കൊക്കൊക്കെ അമ്മ വീട് ഒന്നും എടുത്തില്ല. അമ്മ ഞാനാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു എന്റെ പൊടിഞ്ഞു. എന്റെ അത് എല്ലാരെയും ഞാൻ പറയട്ടെ. എന്നിട്ട് അമ്മയെ ഞാനോ ഞാനല്ല ഞാൻ ഫോൺ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അമ്മ ഫോൺ തട്ട് പഴിച്ചു. ഇട്ടുള്ള വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഹലോ, അപ്പോൾ ഇതാ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിതാ തൊടുപുഴയിൽ വന്ന കേട്ടോ, മാമൻ്റെ വീട്ടിൽ. അമ്മയുടെ വീട് തൊടുപുഴയിൽ. അപ്പോൾ ഇതാ തൊടുപുഴയ്ക്ക് വന്ന് 2 ദിവസം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണ്. അപ്പം ഇതാ വന്നു കഴിഞ്ഞപ്പോഴെല്ലാം ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതാ കണ്ടില്ലേ, വലിയ പാറയാട്ടോ, വലിയ മലയാണേ. കാണാവോ എന്നറിയില്ല, വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. വലിയ മലയുടെ താഴെ ആണ് നമ്മുടെ വീട്. ഇതാ വേറെ ആൾക്കാരുടെ പറമ്പും സ്ഥലങ്ങളൊക്കെ ആട്ടോ. ഇതാ വീട്ടിൽ ആരും താമസത്തിനില്ലെങ്കിൽ അവിടെയെല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടേക്കും. അവിടെയെല്ലാം അവർ കപ്പയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇതാ ഈ റോഡ് ഇറങ്ങി ഇവിടുന്ന് ചെന്നതാ ഈ ഓടിട്ട് കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഷാമികേനെ ഇവിടെ എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഷാമികേനെയും ഞാനും ഒക്കെ ഇവിടെയെല്ലാം വെറുതെ പറമ്പിൽ കൂടി ഇങ്ങനെ ഇറങ്ങിയതാണ്. വെറുതെ വീഡിയോ എടുക്കാം, നിങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പറമ്പിൽ കൂടി ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും എന്താണ് ലൈക്ക് അതെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പതാ നമ്മളെ വീട്ടിൽ പോവല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. ഇതാ കണ്ട വലിയ പാറ കേട്ടോ, വലിയ മലയുടെ താഴെ അതിൻ്റെ അടിയിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കണേ. കുറച്ച് നാൾ മുമ്പ് അങ്ങ് മേലേന്ന് എന്താണ് വണ്ടി പോട്ടെ. അപ്പം അതൊക്കെയാണ് പോയത്, കയറ്റം ആയതുകൊണ്ടാണ് ചേട്ടൻ സ്പീഡിൽ പോയത്. അപ്പോൾ കുറേ നാൾ മുമ്പ് അങ്ങ് മലയിൽ ഉരുൾ പൊട്ടിയായിരുന്നു. അപ്പോൾ ഉരുൾ പൊട്ടിയപ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ ഒഴുകി. ഒരു ചേച്ചി വെള്ളം ഒഴുകി തോട്ടിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി ഉരുൾ പൊട്ടിയപ്പോൾ. അപ്പോൾ അതിൽ ആ ചേച്ചി ഇങ്ങനെ വെള്ളത്തിൽ വീണ് മരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കുറച്ച് നാൾ മുമ്പേ. അങ്ങനെ ഇടയ്ക്ക് അങ്ങ് മലയിലൊക്കെ ഉരുളൊക്കെ പൊട്ടുമെന്നാണ് പറഞ്ഞത്. ഇതാ കണ്ടില്ലേ, ഇതൊരു നാരകമരം കേട്ടോ. ഒന്നും കൂടെ പറയാനാ? ഇനി പറയാൻ ഞാൻ മടുത്തു പോയി. എപ്പോഴെപ്പോഴും പറഞ്ഞാൽ മടുത്തു പോകത്തില്ലേ? അതെ, ഈ നാരകം കാണിച്ചു കൊടുക്കണ്ടേ? നാരകം കണ്ട കറി നാരങ്ങ, കറി വെക്കുന്ന നാരങ്ങയില്ല, അച്ചാറൊക്കെ ഇടുന്ന നാരങ്ങ, വലിയ പച്ച കളറിലെ വലിയ നാരങ്ങ. ചെറുനാരങ്ങ അല്ലാത്ത വലിയ കറി വെക്കുന്ന നാരങ്ങയില്ല, ആ നാരകമരം കേട്ടോ. ഇതിപ്പം ഇടയ്ക്കൊക്കെ കിടപ്പുണ്ടേ, നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയ ഒരെണ്ണേ ഉള്ളൂ. ഫ്രണ്ടിൽ വന്നിരിക്കും കിടക്കുന്നത്, ബാക്കിയെല്ലാം അതിനിടയിലാണ്. അപ്പോൾ ഇടയിലായതുകൊണ്ട് കാണിക്കാനായിട്ട് പാടാണേ. ഇതാ കണ്ടില്ലേ നാരകമരം? അതാണ്ട് ഇവിടെ എടുത്തായിരുന്നു. ഇതാ കണ്ട, അതൊരു ഓറഞ്ചിൻ്റെ വലിപ്പമായി കിടക്കുക. കണ്ടാൽ ശരിക്കും പച്ച ഓറഞ്ചാന്നേ തോന്നുള്ളൂ, പക്ഷെ ഇതിലും വലുതാവുന്ന നാരങ്ങ. ഇതാ അതിനിടയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ അവിടെ ഇറങ്ങും കിടക്കുന്നത്, ഇവിടെ ഇറങ്ങും കിടക്കുന്നത്, കണ്ടില്ലേ? പക്ഷേ ഇവിടെ ഒന്നും ആരും താമസത്തിനില്ല. ഇതൊക്കെ എത്ര വില കൊടുത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ ഈ നാരങ്ങയൊക്കെ വാങ്ങിക്കുന്നത്. ഇവിടെയൊന്നും ആർക്കും വേണ്ട. കാട്ടിലും പറമ്പിലെല്ലാം ഉണ്ടായി വെറുതെ പോവുകയാണ്. എന്താ കണ്ടില്ലേ? പറയാം. ഇതാ കണ്ടില്ലേ, നല്ല രസമില്ലേ വീടുകളൊക്കെ കാണാൻ വേണ്ടി, നല്ല റോഡും. എന്തോന്നും കൂടെ പറയാ?
അതിന് ഇത് കഴിയുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ ചേച്ചീനെ പറയാം. ഞാൻ ആ ചേച്ചി ഉരുളുപൊട്ടലിലൊന്ന് വീണ് പോയെന്ന് പറഞ്ഞില്ലേ, അതാണ് ഒന്നും കൂടെ പറയുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ പാറയുടെ മുകളിലൊക്കെ കയറിയിരിക്കാൻ നല്ല രസമല്ലേ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. ആരുടെയോ വീട്ടിൽ നിന്ന് ഒരു പേരക്ക പറിക്കുന്നത്. അവർ കണ്ടാൽ ഓടിക്കുമോയെന്നറിയില്ല കേട്ടോ. അതാ വഴുത്ത് കിടക്കുന്ന പേരമരത്തിൽ ഒരെണ്ണം പറിച്ചു. ഇതാ പേരക്ക. എന്നിട്ടൊന്നും പറ്റിയില്ല. പേരക്ക വേണോ? ആരുടെ വീട്ടിലെ പേരക്കാതൊന്നും അറിയത്തില്ല. റോട്ടിൽ കൂടെ നടന്നു പോയപ്പോൾ കണ്ടത് പറിച്ചതാ. പട്ടികൾ ഇരുന്ന് കുരയ്ക്കുന്നുണ്ട് വീട്ടില്. കുഞ്ഞു പട്ടിയാ? അത് ഷാബിക കഴിക്കുകയും ചെയ്തു കേട്ടാ പേരക്ക. അപ്പതാ ഇതാണ് സ്ഥലം കണ്ട. കളയത് കാണിച്ചേ, അത് കാണിച്ചേ. അത് റോട്ടിൽ കിടന്നൊന്നും അങ്ങനെ എടുക്കാൻ പാടില്ല. അത് കാണിച്ചേ. അത് കള. അതെ ആ വീട്ടിൽ അവര് വഴക്ക് പറയും. കാണിച്ചേ, അത് കള. ഈ സാധനം റോട്ടിൽ കിടന്നത് കയ്യിലെടുത്ത് പിടിച്ചേക്കുക വേണമെന്ന് പറഞ്ഞിട്ട് ദൂരെ പോട്ടെ. റോട്ടിൽ കിടക്കുന്നത് അങ്ങനെ എടുക്കാൻ പാടില്ല. കാളക്കമ്പ് കണ്ടോ, ഒറിജിനൽ കാളക്കമ്പ. ഇവർക്ക് പശുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. പകുതി തിന്ന പേരക്ക ഇച്ചിരികാ ശകലം ഒരു കടി, ഒറ്റൊരു കടി കടിക്കട്ടെ പേരക്ക. കടിക്കാം. നല്ല മധുരം. ഇതിനെ കുഴപ്പോ മോള് വരെ പോയിട്ട് വരാം. നല്ല മധുരമുണ്ട് പേരക്കേക്ക്. കുറച്ചും കൂടെ കടിച്ചോട്ടെ. അതൊന്നല്ല പേരക്കല്ലേ. ഇത് കണ്ടോ കൈത നട്ട് വെക്കാനാണ്. അല്ല കണ്ട കൈത നട്ട് വെക്കാൻ വേണ്ടിയാണെന്നാ വിചാരിച്ചത്. പക്ഷെ നട്ട് വെക്കാനല്ല. ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഞങ്ങളായിട്ട് വർത്താനം പറഞ്ഞു, ഞങ്ങളിങ്ങനെ നടക്കുന്ന കണ്ടപ്പം എവിടെ പോകുന്നതാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞ് നടക്കാൻ ഇറങ്ങിയതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു കൈത പൈനാപ്പിളില്ലേ, പൈനാപ്പിൾ അത് എന്തിനാ നട്ട് വെക്കാനാണെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു അല്ല പശുവിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. പുല്ലൊക്കെ കുറയുമ്പോൾ ഇപ്പോൾ വേനൽ സമയമല്ലേ, അപ്പോൾ പുല്ലൊക്കെ കുറവല്ലേ, അപ്പോൾ പുല്ല് കുറയുമ്പോൾ പശുവിന് അതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് കൊടുക്കാനാണെന്നാണ് പറഞ്ഞ കൈത. ഞങ്ങൾ കൈത എന്നാട്ടോ പറയുന്നത്. പിന്നെ പൈനാപ്പിള്, കന്നാർ ചക്ക അങ്ങനെയൊക്കെ പറയും. ഇത് അവർ നട്ട് വെച്ച ചെടിയാന്ന് തോന്നുന്നു. പശുവിന് കൊടുക്കുന്ന പുല്ല് പോതപ്പുല്ല് എന്നാടാ, കുറുവപ്പുല്ലോ, കുറുവയോ പോതയോ അങ്ങനെ അങ്ങോട്ട് പറയല്ലേ. അത് അവർക്ക് കുറേ പശുക്കളുണ്ട് ആ വീട്ടിൽ. അപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പം കണ്ടതാ. നല്ല രസമുണ്ട്. റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നട്ട് വെച്ചിരിക്കുന്നത്. ആണോ? ആദ്യത്തെ മേളില് ഇതാ കണ്ട വലിയ പാറയുടെ അടിവശത്ത് നിറയെ വീടുകളുണ്ട് കേട്ടോ ഇവിടെ. ഒഴുകി വരുന്നുണ്ടാ? എത്രയാ? 32 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞൊരു വീട് കിടക്കുന്നു. നോക്കിയേ, എത്ര നാളായി, കുറേ നാളായി തോന്നുന്നു ഇതുപോലെ കിടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ മലയുടെ അടി ആയതുകൊണ്ട് ആരും വന്ന് മേടിക്കാത്തതാണോ എന്താണെന്നറിയില്ല. കുറേ നാളായിട്ട് കിടക്കുന്നതാണെന്നാ ആ ചേച്ചി പറഞ്ഞു. ആരും മേടിച്ചിട്ടില്ല. അത് അതിൻ്റെ മുമ്പിലൊരു വലിയൊരു മരം, മാങ്ങാമരം, മാവ് മരം, ഇഷ്ടം പോലെ മാങ്ങ. മറ്റേ ചെറിയ കുഞ്ഞു മാങ്ങയില്ലേ, കുഞ്ഞു മാങ്ങ, കണ്ണിമാങ്ങ അല്ലടാ, കണ്ണിമാങ്ങ പോലത്തെ മാങ്ങയാണ് ഇത്. നല്ല മാമ്പഴപ്പുളിശ്ശേരി വെക്കുന്ന മാങ്ങയില്ലേ, കുഞ്ഞു മാങ്ങ, അതല്ലേ കൂടുതലും മാമ്പഴപ്പുളിശ്ശേരി വെക്കുന്നത്. ആ സൈസ് മാങ്ങയൊക്കെ നിറയെ കിടപ്പുണ്ട്. ദൈവമേ, ആർക്കും ഇതൊന്നും വേണ്ടല്ലോ ഈശ്വര. ഇത് കണ്ടിട്ട് കൊതി വരുന്നത്. നമ്മളൊക്കെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുന്ന മാങ്ങായും ഒക്കെ ആർക്കും വേണ്ടാതെ കിടക്കുന്നത്. നമുക്കിതൊരു വലിയ വളവിൻ്റെ അടുത്തിരിക്കുന്ന വീടാട്ടോ. വളവിൻ്റെ താഴെ രണ്ടുപേരും കുഴിഞ്ഞിരിക്കുന്നു. ഇത് നോക്കി ഇടനയില, നമ്മൾ ചക്ക, കുമ്പിളപ്പം ഉണ്ടാക്കുന്ന, അതെ പൂച്ചയപ്പം കുമ്പിളപ്പം ഒക്കെ പറയുന്നത്. കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഇടനയില, വഷണയില എന്നൊക്കെ പറയത്തില്ലേ, ആ മരം.
അവിടെ നല്ല വലിയ മരം. ഈ മരവും പിന്നെ നമ്മുടെ പട്ടയില്ലേ, ഗ്രാമ്പൂ പട്ടയൊക്കെ നമ്മൾ കറിക്കകത്തൊക്കെ ഇടുന്ന ആ പട്ടയുടെ ഇലയുടെ മണമില്ലേ, എന്താ അതിൻ്റെ പേര് മറന്നുപോയി. ആ മരത്തിൻ്റെ ഇലയുമൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇത് ആ മരമല്ല, ഇത് നമ്മളുണ്ടാക്കുന്ന കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഇടനയിലയാണ്. ഇടനയിലയ്ക്ക് ഇച്ചിരി വലുതാണ്. ഇത് അതുപോലത്തെ മറ്റേ മരം ചെറിയതായിരിക്കും മരത്തിൻ്റെ ഇല. ഇത് ഇച്ചിരി വലിയ ഇലയാണ്. പട്ടയുടെ ഇലയില്ലേ, പട്ടയുടെ ഇല കുഞ്ഞില, ഇത് ഇടനയുടെ ഇല വലിയ ഇല. കണ്ട, അങ്ങനെ നമ്മളിതാ ഒരു വലിയ കയറ്റം കയറി നമ്മൾ. എന്നതാ നിറയുണ്ട്, കണ്ണു വെച്ച മാങ്ങയ്ക്ക്. വലിയ കയറ്റം കയറി നമ്മളിവിടെ വന്നു. ഇതാ ഇനി ഇതുപോലെ കയറ്റം കയറി അങ്ങ് ചെല്ലുമ്പോൾ വേണ്ട പാറയുടെ വെളിയിൽ കൂടി ഇപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തില്ലായിരുന്നോ? മഴയൊക്കെ പെയ്തപ്പോൾ വെള്ളം ഒഴുകുന്നുണ്ട്. അല്ലടാ, അത് നോക്കും മുകളിലെ വെള്ളം. അത് തൊടി തുടങ്ങി നിൽക്കുന്ന. പക്ഷേ അതാ മുകളിൽ കണ്ടോ, മുകളിൽ വെള്ളം കണ്ട. പക്ഷെ വീഡിയോയിലൂടെ കാണത്തില്ല. മുകളിൽ ആ 2 സ്ഥലത്ത് നോക്ക് വെള്ളം ഒഴുകുന്നത്. സൂം ചെയ്ത് നോക്കട്ടെ. സൂം ചെയ്താൽ ക്ലിയർ ഇല്ല. നമ്മൾ ഈ കയറ്റം കയറിയാണ് വന്നത്. ഇനി ഈ കയറ്റം ഇറങ്ങി നമ്മൾ താഴെ വീട്ടിലേക്ക് പോകും. അപ്പോൾ വെറുതെ വൈകുന്നേരം നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാട്ടോ. നല്ല രസമല്ലേ, വെയിലൊക്കെ താന്ന് കഴിയുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് റോഡിലെത്തി. പിന്നെ ഈ റോഡ് നേരെ കയറിപ്പോയാൽ കോട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തും കേട്ടോ. അവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റാണ് കോട്ടപ്പാറയിൽ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു 4-5 മാസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു. നല്ല രസമായിട്ടോ അവിടെ ഒന്ന് പോയി കാണാനൊക്കെ. അത് വണ്ണപ്പുറം, നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് വണ്ണപ്പുറം എന്നാട്ടോ. തൊടുപുഴയിലെ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടപ്പാറ. നല്ല ഭംഗിയാണ് അവിടെ പോകാൻ വേണ്ടി, പോയി കണ്ടു കഴിയുമ്പം. അപ്പം അത് എന്താണ് അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വണ്ണപ്പുറം കോട്ടപ്പാറയൊക്കെ കേട്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതൊരു നല്ലൊരു സന്ദർശകരൊക്കെ വരുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നല്ല പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.